ഉണ്ട്. രക്ഷിതാക്കൾക്ക് സെഷൻ വെച്ചു. രക്ഷിതാക്കൾക്ക് സെഷൻ വെച്ചിട്ടും കുറെ എണ്ണം കയറിയിട്ടില്ല. 10 പേര് കയറിയിട്ടുള്ളൂ. 30ഓളം ആളുകൾ ഉണ്ടായിട്ട് 20ഓളം ആളുകൾ കയറിയിട്ടില്ല. ഇനിയിപ്പോ അപ്പൊ കുട്ടികളെ കഥ പിന്നെ പറയണ്ടല്ല, നിങ്ങൾ ഊഹിച്ചാ മതി. അപ്പോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോവാ. അപ്പോ ഞാന് കണക്ഷനും കട്ടായി. എന്തേന്ന് പറഞ്ഞേ? ഓക്കെ. അപ്പോ ഏത് രീതിയിലേക്കാണ് രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ തരത്തിൽ പഠിച്ചാലാണ് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കുക, അപ്പൊ എക്സാം സൈക്കോളജി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിന് അപ്പോഴത്തേക്കാണ് ഞാനൊന്ന് കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. പനി പിടിക്കലും ബ്ലഡ് കുറവാവലും ഇടയ്ക്ക് ഇങ്ങനെ ഓക്കെ ആവും, പിന്നെ തലയിൽ ചൂകലും അങ്ങനെ. അപ്പൊ എനിക്ക് കറക്റ്റ് കണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രീ സെഷൻ അവിടെ ഔട്ട് ചെയ്തിട്ടും എനിക്കത് തരാൻ പറ്റും. കാരണം ഞാനിവിടെ എനർജി ലോ ആയ തരത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ അവിടെ ഇരുന്ന് ഒന്നുകിലെ കോട്ടുമായിട്ട് ഉറങ്ങണ അവസ്ഥീകാരം. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സെഷൻസ് നീട്ടിവെച്ചത്. പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു ബാച്ചാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞത്. ഈ എല്ലാ സബ്ജക്ട്സിലായാലും അപ്പോ കുട്ടികളില് എല്ലാ എക്സാം സൈക്കോളജി ആയിക്കോട്ടെ, പഠന പ്രയാസങ്ങളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എന്റെ സെഷൻസും, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകണം, അഫോർമേഷൻസ്, മെഡിറ്റേഷൻസ്, ഇതെല്ലാം കുട്ടികളിൽ അപ്ലൈ ചെയ്ത് ഏറ്റവും പവർ ആക്കി എടുക്കേണ്ട ഒരു ബാച്ച് ആക്കിയിട്ടാണ് ഞാനിത് തീരുമാനമാക്കിയിട്ടുള്ളത്. അത് ഞാൻ ആ ഒരു ഇന്റൻഷനിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്ഷിതാക്കള് നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു സെഷൻ്റെ ഇത് ഉണ്ടാവും, എല്ലാ വെള്ളിയാഴ്ചയിലും. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അതുപോലെ അപ്പുറത്ത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സും ഞാനാവില്ല, ക്ലാസ്സസ് എടുക്കുന്നത് ഞാനാവില്ല, പക്ഷെ എൻ്റെ എല്ലാ ഇതും ഇടപെടലുകളും ആ ഗ്രൂപ്പുകളിലായാലും നിങ്ങളുടെ പേഴ്സണലായാലും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് പുതിയൊരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് എപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് പരാതികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. പറഞ്ഞു വന്നത്, നമ്മളിപ്പോ റമദാനിലാണ് ക്ലാസ് വെക്കാൻ പോകുന്നത്. ആകെ 10-15 ക്ലാസ് എങ്ങാണ്ടാണ് അല്ലാതെ കിട്ടുള്ളൂ. നമ്മൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. അപ്പോ ഞാനിപ്പോ ഇത് വോയിസ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നീട്ടി നീട്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയാന്ന്. ഒന്നുമല്ല. കാരണം ഈ ബാച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ഇറങ്ങേണ്ടതാണ്. ഇതുവരെ ഇതിപ്പോ 27ാമത്തെ ബാച്ചിക്കൊക്കെയാണ്, 26ാമത്തെ ബാച്ചിക്കാണ് നിങ്ങൾ ഓരോരുത്തരും ഇംഗ്ലീഷിന്റെ കോഴ്സ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോ 26ാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 5ാമത്തെ വർഷത്തേക്കാണ് കടന്നിട്ടുള്ളത്. 5 വർഷമായിട്ട് നമ്മൾ കുട്ടികളുടെ ഫീൽഡിൽ ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും ക്ലാസ്സസ് കൊടുക്കും. പക്ഷേ ഇതുവരെ കൊടുത്ത രീതിയിലല്ല ഇനി ഇവർക്ക് ഞാൻ കൊടുക്കാൻ, സോറി കേട്ടടാ, ഫോണ് സൈലന്റ് ആക്കാൻ വിട്ടുപോയി, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും കൊടുക്കണം എന്ന് ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്ന ബാച്ചാണ്. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഞാനും എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഏത് സമയത്ത് കൊടുക്കാനും, പകൽ സമയത്താണെങ്കിൽ രാവിലെ കൊടുക്കാനാണെങ്കിൽ മദ്രസയിൽ ക്ലാസ് ഉണ്ടാവും, ഒട്ടുമിക്ക കുട്ടികളും പോലുണ്ടാവും. പിന്നെ സ്കൂളുള്ള സമയമാണ്. നൈറ്റില് റമദാൻ ആയതിനെ കൊണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാല് ഒന്നിക്കല ഒരു കെടുത്തൈക്കാരം, അല്ലെങ്കിൽ തറാവിക്കുള്ള ഓട്ടയിക്കാരം. അപ്പോ കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഫുഡ് കഴിക്കും. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ. അപ്പൊ അവർക്ക് എന്താ ഉണ്ടാവുക, ആ ഒരു നൈറ്റ് സമയമായാല് ഒരപ്പത്തിന് തന്നെ കൂർക്കം വലിക്കൽ തുടങ്ങും. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു സൈഡാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളും കിച്ചണിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും 7:30, 7, 7:45 7 to 8 ആവുമ്പോൾ രക്ഷിതാക്കൾ തന്നെ ആ ഒരു 7 മണിക്ക് അവിടെ എത്തൂല. റമദാൻ ആയതിനെ കൊണ്ട് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് 7 to 8 ആവുമ്പോൾ പിന്നെ 8 to 9 ആവുമ്പോഴത്തേക്ക് തറാവീഹിന്റെ സമയമാവും. അപ്പൊ നമ്മള് കാരണം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു മാസം ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് റംസാൻ കഴിഞ്ഞിട്ടാക്കിയാലോ എന്നുള്ളൊരു ചോദ്യത്തിന് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം എനിക്ക് വേറൊരു നിവർത്തിയില്ല. കാരണം ഇത് വോയിസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഞാൻ നീട്ടി നീട്ടി കൊണ്ടുപോവാണെന്ന്. അപ്പൊ വോയിസ് ആക്കാണ്ട് തന്നെ മോന് ഡിസ്റ്റർബ് ആവശ്യമില്ല, ഓഫീസിൽ പോക്കൊക്കെ നിന്നിക്കണം, കാരണം ബാലൻസ് ഇല്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ അതുകൊണ്ട് ലൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിഷയാക്കണ്ട, കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾക്ക് കാരണം വായിക്കാനും എഴുതാനും പോലും അറിയാത്ത, ഇനിയിപ്പോ സ്പോക്കൺ ആയാലും സെന്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ഇതിൽ ഉള്ളത്. അപ്പൊ ഇവർക്ക്
എക്സാം ആവുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ആവുമ്പോഴത്തേക്ക് റെഡിയാക്കി എടുക്കാൻ നമുക്ക് അത്രത്തോളം പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ചെറിയ നമ്മളിതിലിപ്പോ 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇല്ലേനും ഇപ്രാവശ്യം അവർക്കൊക്കെ കംപ്ലീറ്റ് ഞാൻ ഇൻഡിവിജ്വൽ ആണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. കാരണം 10ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികളെ നമ്മള് 2 മാസം പിടിച്ചിരുത്തൽ പ്രയാസമാണ്. അപ്പോ ഇവർക്ക് എന്താ പറയാ എക്സാം എന്തായാലും എഴുതണം, അവർ അപ്പോഴത്തേക്ക് റെഡി ആവണം എന്നതിനപ്പുറത്തേക്ക് ഇതുവരെ എഴുതിയ പോലെ തന്നെ എക്സാം എഴുതിക്കോട്ടെ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ, റംലാൻ കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ വെക്കേഷൻ ബാച്ചിക്ക് ഏത് ബാച്ചിക്ക് അല്ല, നിങ്ങൾക്ക് അതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീഫണ്ട് തരാനും തയ്യാറാണ്. അപ്പൊ ഞാൻ ഇത് അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. കാരണം ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ക്ലാസ് ആവുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ലോണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത ക്ലാസ് ആവുമോ എന്നുള്ള പേടി നമ്മൾ ഓക്കെയാണ്, ടീച്ചേഴ്സ് ഓക്കെയാണ്. പക്ഷേ ആ ഒരു കറക്റ്റ് ടൈമിൽ രക്ഷിതാക്കൾക്ക് വരാൻ കഴിയൂല. 7 to 8 8 to 9 തറാവീഹ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇരിക്കല് പോസിബിൾ അല്ല. അപ്പോ പറഞ്ഞു വന്നത്, നമുക്ക് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടെ എനിക്ക് അറിയണം. ആരും മിണ്ടാണ്ടിരിക്കരുത്. ഏഹ് മാം. കാരണം ഇത്രയും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്തൂടെ എന്നാണ് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പേയ്മെന്റ് വരുന്നത് 1500 പല കുട്ടികളുടെ രണ്ടാമത്തെ മക്കൾ ഇതിൽ രക്ഷിതാക്കൾ രണ്ടാമത്തെ മക്കളെ ജോയിൻ ചെയ്യിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ പേയ്മെന്റ്. പിന്നെ എന്റെ കോച്ചിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവന്നു. വെക്കേഷൻ ബാച്ച് എന്തായാലും ആ എമൗണ്ട് ആയിക്കാരം നിങ്ങൾക്ക് നിങ്ങൾ ഏത് എമൗണ്ടിലാണോ ജോയിൻ ചെയ്തത് ആ എമൗണ്ടിൽ തന്നെ ജോയിൻ ചെയ്യാനും പറ്റും. പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചാൽ നമ്മൾ റീഫണ്ട് തരാനും തയ്യാറാണ്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. മാം, അങ്ങനെയാണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് മതി. മറ്റേത് മക്കൾക്ക് കാര്യമില്ലാതാവല്ലേ. നിങ്ങൾക്ക് കാര്യമില്ലാണ്ടാവും. ബുദ്ധിമുട്ട്, നമ്മൾക്കും ബുദ്ധിമുട്ടാവും. ആ ഇനി നമ്മൾ തറാവീനൊക്കെ പോകുമ്പോഴൊക്കെ ക്ലാസ് നഷ്ടപ്പെടൂലേ, അപ്പൊ അതിൽ കാര്യമില്ലായിരുന്നു. നഷ്ടപ്പെടും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് സെഷൻ കൊടുക്കലില്ല, ലൈവ് റെക്കോർഡ് നമ്മൾ കൊടുക്കലില്ല. കൊടുക്കലുണ്ടായിരുന്നു, പക്ഷെ ആ കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ഇത് പുറത്തേക്ക് ഷെയർ ചെയ്യുന്നതും, കാരണം നമ്മൾ ഇത്രയും പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടെടുക്കും, പിന്നെ നമ്മൾ പേയ്മെന്റ് കാര്യങ്ങൾ ഇട്ട് വാങ്ങേണ്ട ആവശ്യമില്ല പുറത്തേക്ക്. പിന്നെ അതിൽ തന്നെ പുറത്തുനിന്ന് കുട്ടികൾ ജോയിൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്തേക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്ന ലൈവിൽ കയറലും ഒക്കെ കൂടെ ആയപ്പോ പിന്നെ റെക്കോർഡ് കൊടുക്കാണ്ട് ഇവർക്ക് ഓരോ ദിവസം എടുക്കുന്നതും വാട്സപ്പിൽ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എന്റെ കൂടെ ഒരു കുട്ടീനെ വളർത്താനും തളർത്താനും 2 പേര് വിചാരിച്ചാൽ കഴിയും. ഒന്ന് രക്ഷിതാക്കളും ഒന്ന് ടീച്ചേഴ്സും ആണ്. അപ്പോ എന്റെ കൂടെ കട്ടക്ക് നിങ്ങൾ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല 30ഓളം പേരുണ്ടായിട്ട് 10 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി റെക്കോർഡ് ഞാൻ അയച്ചു കൊടുക്കും. കേൾക്കേണ്ടവര് കേൾക്കട്ടെ, എത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ കട്ടക്ക് നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക്, കാരണം ഒരു കഴിവില്ലാത്തവരായിട്ട് ആരെ റബ്ബ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടില്ല. ദൈവം നമ്മൾ ആരെയും ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടില്ല. പിന്നെ കഴിവില്ലാത്തവരാക്കി മാറ്റുന്നത് നമ്മൾ രണ്ടുപേരും ആണെന്ന് തന്നെ പറയാം. ഒരു ഉമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സാം അവരിൽ വരിക, ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുക, ഇതൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത്. ഇതാ ഒരു കുറഞ്ഞ സമയം. ഓക്കെ, ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞിട്ട് മതി. അപ്പൊ നിങ്ങൾക്ക് ഇനി ബാക്കി ഞാൻ ഇതിന്റെ റെക്കോർഡ് അയച്ചാലും ഗ്രൂപ്പിൽ വോയിസ് അയക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പ്രതികരിക്കാം. യെസ്. അപ്പോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്റെ PM വന്നിട്ട് അറിയിക്കാം. അപ്പോൾ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാം എഴുതുക, എക്സാമിൽ നല്ല സ്കോർ വാങ്ങുക, ഇതൊന്നും അല്ല കുട്ടികളിലുള്ള കഴിവ് എന്ന് പറയുന്നത്. കാരണം എക്സാം അവർ അത്രയും പഠിച്ചതിന്റെ ജസ്റ്റ് ഒരു ആ ഒരു അറിയുന്ന ഉത്തരമാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു നിമിഷം ഇതല്ല എന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും അപ്പുറത്തുനിന്ന് പറയണത് കേട്ടിട്ട് എന്റെ മോളൊരു തവണ തെറ്റിച്ച് ഇവിടെ വന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ കുഞ്ഞ് അതിങ്ങനെ ആക്കി എഴുതിയിരിക്കുന്നത് ചോദിച്ചപ്പോ അവള് പറയാം അപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കണത് കേട്ടപ്പോ ഞാൻ ശരി ഉത്തരം എഴുതിയത് അത് വെട്ടിയിട്ട് ഇപ്പുറത്ത് എഴുതിയത്. അപ്പൊ ചോദിച്ചപ്പോ അവള് പറയാ അപ്പുറത്ത് ഓൾക്ക് പറഞ്ഞു കൊടുക്കണ കേട്ടപ്പോ ഞാൻ ഇത് ഇക്കാര്യം ശരി വിചാരിച്ച് എഴുതിയതാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ കുട്ടികൾക്ക് ആ എക്സാമിന്റെ സമയത്ത് ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അത് തെറ്റിപ്പോകും. അപ്പൊ മാർക്കിലൊന്നുമല്ല കാര്യം, നമ്മൾ എത്രത്തോളം നമ്മുടെ കുട്ടീനെ സ്ട്രോങ് ആയിട്ട് മുറുക്കി പിടിക്കാൻ തയ്യാറാണോ. മുറുക്കി പിടിക്കാൻ മീൻസ് എല്ലാത്തിലും ഇങ്ങനെ സ്ട്രിക്റ്റ് ആവുമല്ല. ഏഹ് അപ്പോ നമ്മൾ പഠന കാര്യത്തിലും ഒക്കെ ഓക്കെ, നീ ഓക്കെ ആണോ, നിന്റെ ഏത് രീതിയിലാണ് നിനക്ക് പറ്റുക ആ രീതിയിൽ പോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ ഒരു എന്താ പറയാ ബലം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എല്ലായിടത്തും വിജയിക്കും. അല്ലാണ്ട് അപ്പുറത്തെ കുട്ടി ഇപ്പുറത്തെ കുട്ടി എന്നും പറഞ്ഞ് നമ്മൾ താരതമ്യം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ
ആ കുട്ടിയിൽ നിങ്ങൾ വല്ലാണ്ട് വിജയം പ്രതീക്ഷിക്കണ്ട. താരതമ്യം ചെയ്യുക, എപ്പോഴും കുറ്റപ്പെടുത്തുക, പഠനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ തന്നെ നമ്മളെ കുട്ടിയുടെ പഠനത്തെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ടിരിക്കുക. ഇത്തരത്തിലാണെങ്കിൽ നമ്മളിൽ പോകുന്ന പ്രാർത്ഥന, ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടി എന്താ ഇങ്ങനെ, എന്റെ കുട്ടി എന്താ ഇങ്ങനെ. അപ്പൊ ഏത് രീതിയിലാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, ഈ കുട്ടീനെ ഇപ്പൊ പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ കുട്ടി എന്താ ഇങ്ങനെ എന്ന് ഉള്ള തോട്ട് നമ്മളിൽ വരുമ്പോ അവിടെ ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനല്ലല്ലോ നമ്മൾ വിചാരിക്കുക. നമ്മൾ ആ ഒരു ചിന്ത അവിടെ കൊടുക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനല്ല. ഒന്നിക്കലും അവൻ പഠിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ മൊബൈലിൽ നിന്ന് നീറ്റ് പോവാത്തതുകൊണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ എന്താവുക, എന്താ ഇവൻ ഇങ്ങനെ എന്നുള്ള തോട്ട് വരിക. അപ്പൊ ആ തോട്ട് ആദ്യം നിങ്ങൾ എടുത്തു കളയണം. കാരണം അതാണ് ആ കുട്ടീനെ വളർത്താനും തളർത്താനും. കാരണം ഓരോ മാതാവിന്റെയും പ്രാർത്ഥന, ഉമ്മ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആർക്കാ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്? മാതാവിനാണ് അല്ലെ. അപ്പൊ ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമാണ്. നിങ്ങൾ നമ്മളും അവരും തമ്മിൽ അത്രയും കണക്ഷൻ ഉണ്ട്. നമ്മളെ ഓരോ ചിന്തയും അവരിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാ. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടും വെച്ചിട്ട് ഈ കുട്ടീനെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും അതായിട്ട് മാറും. അപ്പൊ അതിൽ നിന്നും നമ്മൾ നമ്മളെ മാറ്റണം. നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തും. നമ്മൾ അവരെ നോക്കിക്കാണുന്നതിൽ മാറ്റം വരുത്താം. നിരന്തരം ടീച്ചേഴ്സിന് വെച്ച് നല്ല കണക്ഷൻ വേണം. പക്ഷെ അതൊക്കെ ഞാൻ നമ്മുടെ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറയും, ഏത് രീതിയിൽ നിങ്ങൾ ആവണം, ഏത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. നമുക്ക് ബെസ്റ്റ് അമ്മമാരെ സെലക്ട് ചെയ്യണം, ബെസ്റ്റ് കുട്ടികളെ സെലക്ട് ചെയ്യണം. പക്ഷെ ഇതൊരു വേറൊരു ലെവലിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കണം, പെട്ടെന്ന് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നറിഞ്ഞാൽ മനസ്സിലാക്കും. കാരണം ഓരോന്നിനും ദൈവം തമ്പുരാൻ തീരുമാനിക്കുന്ന ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ഒരു ടൈം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആവൂല. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഡൗൺ ആയി. പിന്നെ അപ്പോഴത്തേക്ക് അഡ്മിഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ള തോന്നൽ വന്നു. ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ച് ഞാൻ ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഔട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയപ്പോഴാണ് ഈ പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ് അവിടെയാണ് എനിക്ക് തോന്നിയത്, ഇത് വെക്കേഷനിൽ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റംസാൻ കഴിഞ്ഞിട്ട് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെക്കേഷനിൽ വേണ്ട, റംസാൻ കഴിഞ്ഞേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഉണ്ടാവില്ല, ചിലരുണ്ടാവും ചിലരുണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഉറങ്ങി തൂങ്ങിയിട്ട് ഇക്കാരം വന്നിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. കാരണം ഏറ്റവും ഫ്രഷ് മൈൻഡ് സെറ്റിൽ വേണം കുട്ടികളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്താന്. നിങ്ങളും ആ ഒരു എനർജി വൈബ്രേഷനിൽ വേണം വന്നിരിക്കാൻ. നമുക്ക് ഇപ്പൊ നമ്മൾ 3 പേരും ഒരുമിച്ച് കട്ടക്ക് നിന്ന് കഴിഞ്ഞാലാണ് കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഏതായാലും റമദാൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി പറയാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ള കുട്ടികളെ, കാരണം റമദാൻ കഴിഞ്ഞിട്ടാവുമ്പോൾ കുട്ടികളെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചു കൊടുക്കാം. അവർക്ക് നമ്മൾ 10% ഡിസ്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഓരോ കുട്ടിക്കും അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആ കുട്ടി ജോയിൻ ചെയ്തതിന്റെ 10% നിങ്ങൾക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ താല്പര്യപ്പെടുന്നവർക്ക് അത്തരത്തിലും നോക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്നെ PM കണക്ട് ചെയ്യാം കേട്ടോ. മാക്സിമം കുട്ടികളിൽ നിങ്ങൾ എത്തിക്കുക. കാരണം ഒരു കുട്ടിയുടെ ഭാവി, കാരണം എനിക്ക് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുന്നേക്കാളും ഇൻട്രസ്റ്റിൽ ഞാൻ കുട്ടികൾക്കാണ് കൊടുക്കുക. കാരണം ഒരു കുട്ടിയുടെ ഏറ്റവും ബേസ് ആണ് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക. വായിക്കാനും എഴുതാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തുടക്കം അവിടുന്നാ. അപ്പൊ ആ ഒരു തുടക്കം നമ്മളിലൂടെ ആകുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതാ. അവരെന്നും നമ്മളെ ഓർക്കും. ഇപ്പോഴും ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തവര് മെസ്സേജ് അയക്കലുണ്ട്, എന്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വോയിസ് കാര്യങ്ങളൊക്കെ അയക്കലുണ്ട്, വീഡിയോ കോൾ ചെയ്യലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഇപ്പോഴും എന്നെ ഓർക്കും. തസ്നി മാം എന്ന് പറഞ്ഞിട്ട് അവർ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ബേസ് ഞാൻ റെഡിയാക്കി കൊടുത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പോ അവരെ നടക്കാൻ പഠിപ്പിച്ചത് ഞാന് എന്നുള്ളൊരു തോന്നൽ, ഞാനല്ല, എന്നിലൂടെ റബ്ബ് പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മളെ. അപ്പൊ എല്ലാരും സെറ്റ് അല്ലേ? റംസാൻ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ചാറ്റ് ബോക്സിൽ വരൂ.
10 പേരാ ജോയിൻ, 30 പേരുണ്ട്. ഞാൻ ഇന്നലെ തന്നെയല്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. എന്നാ അങ്ങനെ ചെയ്യാം. ഓക്കെ എന്നാൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ മദ്രസയിലെ എക്സാം ഇൻഷാല്ലാ തീരും. അപ്പൊ എല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഫ്രീ ആവും. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഉഴപ്പരുത്, അത്ര ഉള്ളക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞ പിന്നെ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഓൺലൈനാണ്, കുട്ടികൾ നിങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഇൻഷാല്ല ബെസ്റ്റ് മദർ, ബെസ്റ്റ് സ്റ്റുഡന്റ്, ഇതൊക്കെ നമുക്ക് ഇൻഷാല്ല സെലക്ട് ചെയ്യണം. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ കുട്ടികളെ കിട്ടുള്ളൂ. കാരണം ഇതിന്റെ അപ്പുറത്ത് ഒരു ക്യാമറയുടെ അപ്പുറത്തും ആയിട്ട് ഇരിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലോട് കൂടിയിട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സൈഡിൽ അവിടെ വേണം. പിന്നെ അതേപോലെ തന്നെ നോട്ടിന്റെ കാര്യം കൂടെ പറയാം. 2 നോട്ട്ബുക്കാണ് നമ്മൾ പൊതുവെ വാങ്ങാൻ പറയാറുള്ളത്. ആ 2 നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നോട്ട്ബുക്ക്. അപ്പോ ആ ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്തുള്ള റഫ് ആയാലും ഒന്നും കുഴപ്പമില്ല, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഒരു നോട്ട്ബുക്ക് നല്ല അടിപൊളി നോട്ടാവണം. ആ ഒരു നോട്ടോ ഡയറിയോ എങ്ങനെയായാലും കുഴപ്പമില്ല, അത് നിങ്ങൾ മാക്സിമം നല്ല ഡിസൈൻ ചെയ്ത് അടിപൊളിയായിട്ട്, അത് നിങ്ങൾക്കുള്ള നോട്ടാണ്. ആ നോട്ടില് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം, കാരണം ഒരു LKG കുട്ടീനെ എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഏത് 5ാം ക്ലാസ്സിലെ കുട്ടിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാലേ. ഒരു ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികൾ, ഇപ്പോഴും അങ്ങോട്ട് ഇവിടെ ആവുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുക കേട്ടോ. സ്മോൾ ലെറ്റേഴ്സ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ്, ബ്ലെൻഡിങ്സ്, വവൽസ്, ലോങ് വവൽസ്, ഇത്തരത്തിൽ അങ്ങ് പോകുമ്പോൾ ഇവര് ഞാൻ ആരെ ഫസ്റ്റ് കഴിയുക, ഞാനല്ല ടീച്ചേഴ്സെ, ആരുടെ ഫസ്റ്റ് കഴിഞ്ഞവർ കൈ ഒന്നിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞവർ നെയ്റ്റിക്കുക, ഡാൻസ് ചെയ്യുക. ഇപ്പൊ ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ ഈ മക്കൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോലത്തിൽ സ്പീഡിൽ എഴുതും. ആ സ്പീഡിൽ എഴുതുമ്പോൾ പിന്നീട് ഈ കുട്ടികൾക്ക് ഈ നോട്ട്ബുക്ക് നോക്കാനോ എന്താ പറയാ, ഇതെടുത്ത് പഠിക്കാനോ ഒന്നും തോന്നൂല. അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങൾ കൊടുക്കുള്ളൂ. കാരണം ഒന്നാമത് ഈ കുട്ടികളിൽ ഓവറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോറടിക്കും. അതൊന്ന്, ഇവരെ കളിയിലൂടെ ഒരു പഠനം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കുറേ ടൈം ഇവരെ കുത്തിയിരുത്തി കുറേ എഴുതിപ്പിച്ച് ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞാൽ ഇവർക്ക് ബോറടിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലെവലാവും ഇവരെ കൊണ്ടുപോവാം. അപ്പോ എന്താ പറയാ വെച്ചാൽ, ഓരോ ദിവസം എടുക്കുന്നതും പാരന്റ്സിന്റെ നോട്ട്ബുക്കിൽ കറക്റ്റ് അടിപൊളിയായിട്ട് നോട്ട് ഇവിടെ ഇല്ല. അപ്പൊ കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഓരോ ദിവസം അതിന്റെ ഹെഡിങ്, ഇപ്പൊ ഏടെ സൗണ്ട് ആ എന്നാണ്. അപ്പൊ ആ വവൽസ് ആണ് ആദ്യം എടുക്കുക. അപ്പൊ വവൽസിൽ ഫസ്റ്റ് വരുന്നത് എ ആണ്. എ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്ത് അതിന്റെ ഇപ്പുറത്ത് മലയാളത്തിൽ ആ ഒന്ന് എഴുതി കൊടുത്ത് അതിന്റെ താഴെ അത് വരുന്ന സംഭവങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കളർഫുൾ ആയിട്ട് ആ നോട്ട്, നിങ്ങളുടെ നോട്ട് സെറ്റ് ആക്കണം. അത് ഇൻഷാല്ല ഞാൻ അയച്ചുതരുന്നു മോഡല്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഡെയിലി പ്രാക്ടീസ് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യിപ്പിച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇരുത്താൻ. അപ്പൊ ഈ ഫസ്റ്റ് എടുത്തത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് മറന്നു പോകുന്ന ഒരു അവസ്ഥ മക്കളിൽ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് പാരന്റ്സിനെ കൊണ്ടും എഴുതിപ്പിക്കുന്നത്. അപ്പൊ പാരന്റ്സ് അടിപൊളിയായിട്ട് നോട്ട്, പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ പാരന്റ്സിന്റെ നോട്ട് സെറ്റ് ആക്കുക. അപ്പൊ അവർക്ക് കവാലി സ്റ്റിക്കർ, ആ സ്റ്റിക്കർ, ഈ സ്റ്റിക്കർ ഒക്കെ പറഞ്ഞ് ഏറ്റവും ഭംഗിയാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ. ഇനിയിപ്പോ അത്ര ഭംഗിയാക്കാൻ പറ്റാത്ത ഉമ്മമാരാണെങ്കിൽ ഭംഗിയാക്കണ്ട, നിങ്ങൾ എന്തായാലും നല്ല വൃത്തിക്ക് എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓരോ ദിവസവും, പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പൊതുവെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ ആണ്ട് എത്തിയിട്ടുണ്ടാവും, ഏകദേശം ക്ലാസ് കഴിയാനായിട്ടുണ്ടാവും, അതുവരേക്കും രക്ഷിതാക്കൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഓരോ ദിവസം എഴുതാൻ പറയണത് എന്താ വെച്ചാല്, ഇത് നിങ്ങളെ കൈക്കുണ്ടെങ്കിൽ എന്നും ഈ കുട്ടീനെ പഠിപ്പിക്കാൻ ഈ ഒരു സാധനം മതി. ഈ ഒരു സാധനം എപ്പോഴും വായിപ്പിക്കാൻ, എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ഈ ഒരു നോട്ട്. കാരണം കുട്ടിയുടെ നോട്ട് നോക്കിയിട്ട് പഠിപ്പിക്കൽ പിന്നെ നടക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു പല കോലത്തിലേക്കാരെ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഫസ്റ്റ് എത്തിയതൊന്നും ചിലപ്പോൾ അവരുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് പാരന്റ്സിന് നോട്ട് അടിപൊളിയാക്കി കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പോൾ കുറേ അങ്ങോട്ട് എത്തിയിട്ട് ക്ലാസ് കഴിയാനാവുമ്പോൾ മിസ്സേ അവിടുന്ന് മുതൽ ഇവിടെ മുതലേ ഇല്ല, ഒന്ന് പറഞ്ഞുതരുമോ, എൻ്റെ ഫോണിൽ നിന്ന് ആണ്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരാളും വരരുത്. അനുഭവമാണ് പറയണത്. കാരണം എവിടെ ആണ് എടുത്തത്, എവിടെ വരെ എത്തിക്കണത്, എങ്ങനെയൊക്കെയാണ്, ഓരോ സമയത്ത് ഓരോ ഇതിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക.
അപ്പോ അവിടെ മുതൽ ഇവിടം വരെ അയച്ചുതരുമോ, ഒന്നും കൂടെ പറയോ, ഒന്നും കൂടെ അയച്ചുതരാൻ ചോദിച്ചിട്ട് ഒരാളും ഇങ്ങോട്ട് വരണ്ട. അന്നാന്ന് കാരണം പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ടോ അതിന് നമുക്ക് ടൈം ഉണ്ടാവും. മക്കളുടെ കാര്യം നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആ ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് സമയങ്ങൾ കണ്ടെത്തിയിരിക്കും. അപ്പൊ ഇത്തരത്തില് നിങ്ങളെ നോട്ട് അടിപൊളിയായിട്ട് വേണം. കാരണം ആ നോട്ടാണ് കുട്ടിക്ക് പിന്നീട് ഉപകാരപ്പെടുക, പിന്നീട് പഠിക്കാനുണ്ടാവുക. പിന്നെ അവരുടെ താഴെ കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനും കൂടിയുള്ള ഒരു മുതൽ കൂടിയാണ് ഇത്. അപ്പോ നിങ്ങൾ വീണ്ടും വീണ്ടും പൈസ കളയേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളൊന്നും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 നോട്ട്ബുക്ക് നിങ്ങൾ സെറ്റ് ആക്കിക്കോളാം. നോട്ട് ഒന്നും കുട്ടികൾക്ക് പഴയതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ നോട്ട് നല്ല പുതിയ നല്ല ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള നോട്ടോ ഡയറിയോ കാര്യങ്ങൾ ആയിരിക്കണം ഇൻഷാ അല്ലാ. അപ്പൊ ഇനിയിപ്പോ ഇത് ഇനി ഉണ്ടാവരുത്. ഇല്ല നോട്ടൊന്നും ഇല്ലാണ്ട് പകുതിക്കന്ന് ഇനി ഇല്ല മിസ്സേ അവിടുന്ന് അയച്ചുതരും ഇവിടുന്ന് അയച്ചുതരും വെച്ചൊക്കെ ഈ ബാച്ചിൽ ഒരാളും അത്തരത്തിൽ ഉണ്ടാവരുത്. അപ്പൊ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന അമ്മമാരായിരിക്കണം നമ്മുടെ ഈ ബാച്ചിൽ ഉണ്ടാവേണ്ടത് ഇൻഷാ അല്ലാ. അപ്പൊ ഓക്കെ, സെറ്റ് അല്ലേ? പോയാലോ? ഓക്കെ ഇൻഷാല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും PM-ൽ കണക്ട് ചെയ്യാം. കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ PM-ൽ ചോദിക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലും കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ ഇൻഷാല്ല, നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.